ഇൻഡോറിൽ മലിനജലം കുടിച്ചുള്ള മരണസംഖ്യ ഉയരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ 25ആയി ഉയർന്നു. ബി.ജെ.പി. ഭരിക്കുന്ന കോർപ്പറേഷൻ കൂടിയായ ഇൻഡോറിൽ ബി.ജെ.പി. അവഗണന തുടരുന്നതിനിടെയാണ് കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന്റെ പേരിലുള്ള പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം. ഇൻഡോർ മോഡൽ വികസനം നടപ്പാക്കുമെന്ന മേയർ വി രാജേഷിന്റെ പ്രസ്താവനയും മോദി സന്ദർശന വേളയിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം. നഗരസഭാ വികസനത്തിലുള്ള ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ കൈമാറുമെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ബി.ജെ.പിയുടെ സ്വന്തം ഭരണത്തിൽ വർഷങ്ങളായി മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ഇൻഡോർ വികസനം തിരുവനന്തപുരത്ത് നടപ്പാക്കുമെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രസ്താവന. കേന്ദ്രവും സംസ്ഥാനവും ഇൻഡോർ കോർപ്പറേഷനും ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. ഇൻഡോറിൽ മലിനജലം കുടിച്ച് ഒരാൾക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമായത്. ഇതുവരെ 25 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പുതുതായി 9 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ലഭിക്കുന്നത് മലിനജലമെന്ന് ഏറെ നാളുകളായി പ്രദേശവാസികൾ പരാതിപ്പെട്ടെങ്കിലും ബി.ജെ.പി. നേതൃത്വം തിരിഞ്ഞു നോക്കാഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. 6 മാസം പ്രായമായ കൈക്കുഞ്ഞുൾപ്പെടെ മരിച്ച അപകടത്തിൽ നഷ്ടപരിഹാരം വൈകുന്നതും ആശുപത്രി ചിലവുകളെയും കുറിച്ച് ചോദിച്ചപ്പോൾ എം.പിയും കേന്ദ്രമന്ത്രിയുമായ കൈലാഷ് വിജയവർഗിയ പറഞ്ഞത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകനെ അസഭ്യം പറയലും. ഇതേ ഇൻഡോർ മോഡൽ കുടിവെള്ള വികസനം തിരുവനന്തപുരത്ത് നടപ്പാക്കുമെന്നായിരുന്നു മേയർ വി രാജേഷ് പറഞ്ഞത്. കൈരളി ന്യൂസ്, ദില്ലി.